അപ്പോൾ ഗായ്സ് ഇന്ന് ഞാൻ നേരത്തെ വരണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ എന്തോ കാരണത്താൽ എനിക്കൊന്നും കഴിയുന്നില്ല. ഇന്ന് നമുക്ക് എല്ലാവർക്കും നോമ്പാണ്, എല്ലാവർക്കും എല്ലായിടത്തും ഉണ്ടാകും. അപ്പോൾ എടുത്തു. അങ്ങനെ ഇന്നലെ രാത്രി എന്തൊക്കെയോ ഭക്ഷണമൊക്കെ അങ്ങനെ കഴിക്കണമെന്നും കുടിക്കണം എന്നൊക്കെ വിചാരിച്ച്, കഴിച്ചിട്ടില്ലെങ്കിലും വെള്ളമൊക്കെ കുടിക്കണം എന്ന് വിചാരിച്ച് എല്ലാം എടുത്തു വെച്ചതാണ് ഗായ്സ്. പക്ഷേ എന്തോ കാരണവശാൽ ഉറങ്ങിപ്പോയി. അപ്പം ഇന്നലെ രാത്രി നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പിന്നെ ഒന്നുമില്ല, അങ്ങനെ ഭയങ്കരമായിട്ട് ടയേർഡായി. പക്ഷേ പ്രശ്നമില്ല, അൽഹംദുലില്ലാ അതങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഇന്നത്തെ വിഷയം വെച്ചാൽ നമ്മളെ പാരൻസാണ്. പാരൻസിന് നമ്മളെ തീറ്റിക്കാൻ പാരൻസിനെ പോലത്തെ ഭയങ്കര മിടുക്കാണ് അവർക്ക്. പിന്നെ ഭർത്താക്കന്മാരെ തീറ്റിക്കുക, എത്രയൊക്കെ തിന്നാൻ തരാൻ പറ്റുമോ അത്രയൊക്കെ തരുന്ന പാരൻസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, അവർ മര്യാദയ്ക്കൊന്നും നേരത്തിനൊന്നും കഴിക്കുന്നുണ്ടാവില്ല. അവർ കുറച്ചൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ അവരവരതായ ആ ഒരു രീതി അങ്ങനെ ദിവസം കണ്ടിന്യൂ ചെയ്ത് വരികയാണെങ്കിൽ നമ്മളെ പാരൻസിന് പിന്നെ അങ്ങോട്ട് മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കാത്ത രീതിയിലായി മാറും. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെ പാരൻസ് എപ്പോഴും ഭക്ഷണത്തിൻ്റെ കൂടെ അവരെ ഫസ്റ്റ് ഇരുത്തുക, അവരെ ഭക്ഷണം തീറ്റിക്കാം, എത്രയൊക്കെ തിന്നാൻ പറ്റുമോ അത്രയൊക്കെ തിന്നാൻ പറയുക. അങ്ങനെ നിർബന്ധിച്ച് അവരെ ഒരു ലെവലിൽ ഭക്ഷണം കഴിപ്പിക്കുന്ന ആളാക്കി മാറ്റാൻ ശ്രമിക്കണം. കഴിക്കാത്ത പാരൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഉപ്പ അല്ലെങ്കിൽ അച്ഛനൊക്കെ പുറത്താണെങ്കിൽ അവർ ഭക്ഷണത്തിന് ഇതുപോലെ കഴിക്കാൻ മടിയൊക്കെ ഉള്ള ആളാണെങ്കിൽ നമ്മൾ കഴിച്ചോ ഒക്കെ വിളിച്ചും ചോദിച്ചും അങ്ങനെ കഴിപ്പിക്കാൻ ഇൻട്രസ്റ്റ് വരുത്തിക്കുക. നമ്മളെ പാരൻസ് മാത്രമേ നമ്മളെ കൂടെ നമ്മളെ ഏറ്റവും വലിയ ബലം അങ്ങനെയൊക്കെ പറയുക. അവരൊക്കെ പോയാൽ നമ്മൾ ശരിക്കും തീർന്നു, നമ്മളെ പകുതി ജീവനാണ്. അവരെ പോയാൽ നമ്മളെ ശക്തി ഒക്കെ നമുക്ക് നഷ്ടപ്പെടും. എല്ലാ സന്തോഷവും എല്ലാ കാര്യങ്ങളും നമ്മളിതെല്ലാം പോയി അവരെ കൂടെ എന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ ജീവിക്കുകയാണ് പിന്നെ ചെയ്യേണ്ടി വരിക. അപ്പം ഉള്ള കാലം അവരെ ആരോഗ്യം മക്കൾ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് അവർക്കും ഉള്ള ആരോഗ്യമെല്ലാം കുറഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെയാണ് പ്രശ്നം. അവർക്ക് ആരോഗ്യം ഉണ്ടായാൽ നല്ലൊരു സ്മാർട്ടായിട്ട് അവരെ എന്നും നിൽക്കാൻ നോക്കുക, അവരെ എന്നും നിർത്തിക്കാൻ നോക്കുക. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മളെ പാരൻസിൻ്റെ കാര്യത്തിൽ നമ്മുടെ മക്കൾ എന്ത് വന്നാലും ശ്രദ്ധിക്കണം, അവരെ മിസ്സ് ചെയ്യാനേ പറ്റില്ല. അവരാണ് നമ്മളെ എല്ലാം. അവർക്ക് നമുക്ക് ആരെടുത്ത് തന്നാലും അവരെ ഹസ്ബൻഡിൻ്റെ അടുത്ത് തരും, അങ്ങനെ നമുക്ക് കുട്ടികളുണ്ടാവും, അങ്ങനെയൊക്കെ അതെല്ലാം നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പാണ്. മീൻസ് പാരൻസിൻ്റെ കൂടെ നമ്മൾ അങ്ങോട്ട് ജീവിതം പോവാന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ലൈഫ് നമ്മളെ പാരൻസിൻ്റെ കൂടെ ഉള്ളതാണ്. അത് പോയവരെ മീൻസ് അത്രയും വേദന മനസ്സിലാവുള്ളൂ. ഒക്കെ എല്ലാവരും പാരൻസും ആരോഗ്യത്തിലും ആഫിയത്തിലും ഒക്കെ ഉണ്ടാവട്ടെ. അപ്പം നമുക്ക് നല്ല ദുആ ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാനും പ്രത്യേകം മറക്കരുത്. അപ്പം എൻ്റെ പാരൻസ് രണ്ടാളും ഇപ്പം ദുനിയാവിലില്ല. അപ്പം ഇൻഷാ അല്ലാ അവർക്ക് വേണ്ടിയിട്ടും നമ്മൾ ദുആ ചെയ്യുക, നിങ്ങളെ ദുആയിൽ അവരെയും കൂടി ഉൾപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ. ഇന്നത്തേക്ക് കഴിഞ്ഞു. ബൈ.